ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ഒരാക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ വീഡിയോസൊക്കെ ഇപ്പം അപ്ലോഡ് ആവാത്ത വൈകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ല, ബുദ്ധിമുട്ട്, അതൊക്കെ കാരണമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്കിവിടെ നല്ല ട്രാഫിക്കാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് ആണിത്. ഒരു 9:30 ഒക്കെ 9:30 ആയിട്ടില്ല, അപ്പോൾ ഓക്കെ, സമയം ഏതെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാനപ്പോൾ ഇന്നൊരു പള്ളിയിൽ പോകുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. പക്ഷേ പള്ളിയിൽ പോയപ്പോൾ ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആക്കുളത്ത് പോകാൻ. അങ്ങനത്തുകൊണ്ട് ആക്കുളത്തും കൂടി കയറിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ച ഇതായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിർത്തി കുറച്ച് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. ഇത്ര ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഈ കാണുന്ന മുട്ട 2 പിന്നെ 2 ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സാധാ എഗ്ഗിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് മസാലക്കൂട്ടമായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. മോർണിംഗ് ഞാനൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ അതൊന്നുകൂടി എടുത്തങ്ങിടാൻ എൻ്റെ അടുത്തിരുന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഞാൻ ഫേസ് കാണിക്കുന്നില്ല. ഫേസ് കാണിക്കാൻ എല്ലാവർക്കും റിവീൽ ചെയ്യണമെന്നുണ്ടാവണം എന്നില്ല. ഞാൻ നമ്മൾ പുള്ളിക്കാരുടെ ഫേസ് കാണിച്ചിട്ടില്ല. പിന്നെ നമ്മളവിടെ നിന്ന് 2 ജ്യൂസ് മേടിച്ചിട്ട് ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ ആക്കുളത്തോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ആക്കുളം പോയിട്ടാണ് പിന്നെ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് പള്ളിയിൽ പോകുന്ന ഉദ്ദേശം കൊണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറിയില്ല. അവിടെ കയറണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ, പക്ഷെ കയറിയില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പാർക്കുണ്ട്. പിന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാനിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. കയാക്കിങ്, അതുപോലെ തന്നെ എടുത്തു പറയാൻ വേറെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ 2-3 ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ എന്തായാലും കാണിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കയാക്കിങ്ങിനാണ് പോയത്. അപ്പോൾ പെർ പേഴ്സൺ 200 സംതിങ് ആണ്. പക്ഷെ നമ്മൾ 2 ആൾക്കാർ 200 അങ്ങ് ഒതുക്കി കേട്ടോ. അപ്പോൾ ഇതിലാണ് കയറിയത്. ഈ ഒരു സംഭവത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്കാണെങ്കിൽ എത്തുന്നില്ല ഇങ്ങനെ ഇതാക്കാൻ. മറ്റേ കയാക്കിങ് ആണെങ്കിൽ നമുക്ക് കൈയെത്തും, സുഖമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അത് ഞാൻ ഓൾറെഡി മുന്നേ പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ എൻ്റെ താഴത്തൊരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടുന്ന് വാട്ടർ വരിക. അപ്പോൾ വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നമ്മൾ നേരിട്ട് റിയലൈസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. കുറച്ചുകൂടി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മിൽമേൻ്റെ ഒരു ചോക്ലേറ്റ് ഷേക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ ലുലുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗ്